ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ലോഗിൻ പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്കിത് മൊബൈൽ ഫോണിലും ഉപയോഗിക്കാം, ലാപ്ടോപ്പിലും ഉപയോഗിക്കാം. മൊബൈൽ ഫോണിനെക്കാട്ടിലും കൂടുതലൊരു ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഫോണിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് ടാബുലാർ ഡാറ്റ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊന്നും കൂടി ഒരു മീനിങ് ഫുള്ളായിട്ട് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക ഒരുപക്ഷെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലായിരിക്കാം. എന്തായാലും ഫോണിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്ന ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്ററുടെ ഇമെയിൽ ID educator1@gmail.com. ഞാനൊരു എഡ്യൂക്കേറ്ററായിട്ട് ഇതിനകത്ത് ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ആ പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. തുടക്കത്തിൽ നിങ്ങളുടെ പാസ്വേഡ് ഒരു പക്ഷേ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് കയറിയിട്ട് പിന്നീട് അതെന്ത് ചെയ്യാവുന്നതാണ്, അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ലോഗിൻ ചെയ്തു. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൻ്റെ ചാർജുള്ള ഒരാളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലോഗിൻ ചെയ്യുന്നത് ആ യൂണിറ്റിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻസിനെയും എൻ്റെ യൂണിറ്റിൽ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഫസ്റ്റ് പേജിൽ സ്റ്റുഡൻസ് 0 ആക്റ്റീവ് 0 എന്നുള്ള രൂപത്തിൽ ഇവിടെ കാണുന്നത്. ഇനി പോസ്റ്റുകളൊന്നും എഡ്യൂക്കേറ്റർ എന്നുള്ള ലെവലിൽ ഞാനൊന്നും ഇടാത്തത് കൊണ്ട് ഇതെല്ലാം ഇവിടെ 0 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡാഷ്ബോർഡാണ് ആദ്യത്തെ മെനു. ഡാഷ്ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ സ്ക്രീൻ തന്നെയാണ്. ഇനി സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു മെനു നിങ്ങൾക്ക് കാണാം. ആ സ്റ്റുഡൻസിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റിലെ SSLC +2 PG ഒക്കെ കഴിഞ്ഞ കുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ ഒരു കോഡ് ഉണ്ടായിരിക്കും. ഈ കോഡ് ഓട്ടോ ജനറേറ്റഡ് ആണ്. നിങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ സ്റ്റുഡൻസിൻ്റെ നെയിമാണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് കുട്ടിയുടെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള. ഇമെയിൽ അഡ്രസ്സാണ് പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ abd@gmail.com gmail.com എന്ന് കൊടുത്തു. ദെൻ ഈ കുട്ടിയുടെ ഫോൺ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത്ര നമ്മൾ കൊടുത്തതിന് ശേഷം ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ചിലതൊക്കെ മാൻഡറ്ററി ആണ്, ചിലതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ കുട്ടിയെ രജിസ്റ്റർ ചെയ്യാം. ഞാൻ SSLC, ദെൻ കരിയർ ഗോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവൻ എന്താണ് ആവശ്യം, അവന് ഏത് ലെവലിൽ എത്തിപ്പെടണമെന്ന് നിങ്ങൾ ആ കുട്ടിയോട് ഇൻ്ററാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ദെൻ ആ കുട്ടിയുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എഞ്ചിനീയറിംഗ് ആണോ, സയൻസ് ആണോ, മെഡിക്കൽ ആണോ എന്നുള്ളത് കൃത്യമായ കുട്ടിയോട്ടുള്ള കമ്മ്യൂണിക്കേഷന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആവശ്യമുള്ളതും ഒക്കെ എല്ലാം ഉണ്ട്. നമ്മൾ അഡ്രസ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ചിലത് ഇമെയിൽ IDയും ഫോൺ നമ്പറും നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ആ കുട്ടിയെ സേവ് ചെയ്യുന്നു. നിങ്ങളുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ കുട്ടികളെ ഇതുപോലെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അങ്ങനെ കുട്ടിയുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫോൺ നമ്പറൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ആ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. എന്തെങ്കിലും ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ ID ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. സപ്പോസ് അങ്ങനെ ഒരു ഇമെയിൽ ID നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഡിലീറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇമെയിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇമെയിൽ ID നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതുപോലെ ഫോൺ നമ്പർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. നെയിം എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സ്റ്റുഡൻസ് എന്ന് പറയുന്നതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ആഡ് ചെയ്ത കുട്ടികളെ നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇനി ഇത് സെർച്ചിങ് ഓപ്ഷനാണ്. നിങ്ങൾ കുറേ കുട്ടികളെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ നെയിം വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഫോൺ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. ഇങ്ങനെ കുറേ സെർച്ചിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ യൂണിറ്റ് ഡെമോ എന്ന് കാണാൻ കാരണം എഡ്യൂക്കേറ്റർ 1 ഡെമോ എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഉള്ളത്. നിങ്ങളിപ്പോൾ യൂണിറ്റ് പെരിന്തൽമണ്ണയാണെങ്കിൽ ഇവിടെ പെരിന്തൽമണ്ണ എന്ന് കാണും. അത് നിങ്ങൾ പ്രത്യേകം ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യമല്ല. നിങ്ങൾ പെരിന്തൽമണ്ണയിലെ എഡ്യൂക്കേറ്റർ ആയതുകൊണ്ട് ഇവിടെ പെരിന്തൽമണ്ണ എന്ന് തന്നെ വന്നോളും. ദെൻ ആക്റ്റീവ് എന്നുണ്ട്. നിങ്ങൾക്കിതാ ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. ഇത് വ്യൂ ചെയ്യാം, ഈ കുട്ടിയെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഈ കുട്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണിത്. ഇനി
നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് വേണ്ട എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം, ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ ലെവലൊക്കെ ചിലപ്പോൾ അഡ്മിൻ ആഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ, പ്രൊഫഷനും എഡ്യൂക്കേഷൻ ലെവലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഇതാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. എഡ്യൂക്കേറ്ററായ നിങ്ങളുടെ പ്രൊഫൈലാണ് ഇതിനകത്തുണ്ടായിരിക്കുക. പിന്നീട് വരുന്ന സെറ്റിങ്സാണ്. ഈ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ തന്ന പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് നിങ്ങളുടെ ശരിക്കുള്ള പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പോസ്റ്റ് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനകത്തോട്ട് പിന്നെ പോസ്റ്റുകൾ ഓൾറെഡി അഡ്മിൻ ആഡ് ചെയ്ത പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കാണാൻ കഴിയും. ഇനി ഇത്രയാണ് ബേസിക്കായിട്ട് ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഒരു കുട്ടി ഇതിൽ നിന്ന് ഈ കുട്ടിയെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡിലീറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടിയുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്യും. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഡിറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ആ കുട്ടിയെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ആക്റ്റീവ് എന്നുള്ളത്. സസ്പെൻഡഡ് എന്ന് ചെയ്ത് സേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് നമ്മൾ ഇതിനകത്തിടുന്ന പോസ്റ്റുകളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഡാഷ്ബോർഡിലോട്ട് നിങ്ങൾ നോക്കുക. ഡാഷ്ബോർഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സ്റ്റുഡൻസിനെ ആഡ് ചെയ്തു, അതുപോലെ പോസ്റ്റുകളെല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. എത്ര പോസ്റ്റുകൾ ടോട്ടൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിതിനകത്ത് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാം. റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇത് സോർട്ടിംഗ് ആണ്. നിങ്ങൾക്ക് കോളംസ് എല്ലാം സെലക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് മാത്രം സെലക്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഞാനിവിടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് ഇതിനകത്തുള്ള സ്റ്റുഡൻസിൻ്റെ റിപ്പോർട്ട് ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റുഡൻസ് ലിസ്റ്റ് PDF ആയിട്ടും എക്സൽ ഷീറ്റായിട്ടും എല്ലാം നിങ്ങൾക്കിതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയാണ് ഒരു എഡ്യൂക്കേറ്ററുടെ ബേസിക് കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇതിനകത്ത് ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, താങ്ക് യു.